ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അപ്പോൾ മത്തങ്ങ എരിശ്ശേരി ഒക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ പപ്പായ കൊണ്ടുള്ള എരിശ്ശേരി. അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മ എപ്പോഴും ഇത് വയ്ക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ചാനലിൽ കറികൾക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. കറികൾ, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ്, എളുപ്പത്തിലുള്ള ജാം, അങ്ങനെ ഏകദേശം ഒരു 300 എപ്പിസോഡിന് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു കറിയാണ്. നല്ലൊരു ഒഴിച്ചു കറി, ചോറിന് കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി. അപ്പോൾ അതിന് ഞാൻ നല്ല പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ വെച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇതുപോലെ ഈ ഒരു സൈസിന് മുറിച്ചെടുക്കാം. ഞാൻ തൊലി, കുരു എല്ലാം മാറ്റി നന്നായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു പ്രാവശ്യം കൂടെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളവും ഒഴിച്ച് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അടപ്പടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അടപ്പടച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ ഒരു വലിയൊരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തു. അതിൽ കുറച്ച് നമ്മൾ മാറ്റി വെച്ചു വറുത്തിടാനായി. ബാക്കി നമുക്ക് അരച്ചെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഇത്രയും ചേർത്ത് അധികം അരയാതെ തരിതരിപ്പായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2-3 അല്ലി വെളുത്തുള്ളി ഇത്രയും നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 3 വിസിൽ ആയപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിരുന്നു. ഇനി നമുക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം. കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം അല്പം കുറയ്ക്കാം.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് വറുത്തതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് നല്ലപോലെ മൂപ്പിച്ച് വറുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുത്തതും ചേർത്ത് കൊടുത്തു. നമുക്കിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.